പേടിക്കേണ്ട, ഞാൻ CM ആകുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ വെള്ളയും പച്ച കളർ ബോർഡറുള്ള സാരി ഉടുത്ത് ഡയമണ്ട് നെക്ലസ് ഇട്ട് കണ്ണിൽ ഈറനണിഞ്ഞ് ധ്യാനിന് വേണ്ടി ജയ് വിളിക്കാൻ മുൻനിരയിൽ എനിക്കൊരു കസേര ഒഴിച്ചിട്ടുണ്ടാവില്ലേ ധ്യാൻ. ഇൻവിറ്റേഷനോടുകൂടി എനിക്ക് വരാൻ കഴിയുള്ളൂ. ഞാൻ എന്നെ മറക്കില്ല. അത്തരത്തിലൊരു നിലയിലെത്തി കഴിയുമ്പോഴും CM ആയി കഴിയുമ്പോഴും ഞാൻ ആ പാവാടക്കാരിയെ മറക്കില്ല എന്ന് ഞാൻ കരുതിക്കോട്ടെ. അപ്പൊ എന്തായാലും അങ്ങനെ ഞാൻ CM ആകുന്ന ആ നല്ല ദിവസം ചാരിറ്റി ഒക്കെ ഒരുപാട് ചെയ്ത് CM ആകുന്ന ആ നല്ല നാളേക്ക് വേണ്ടി കാത്തിരുന്നുകൊണ്ട് നമുക്ക് തൽക്കാലം ഈ സിനിമയിൽ ഒന്നിച്ച് അഭിനയിച്ച് ചാരിറ്റി ചെയ്യുന്നതിനപ്പുറത്തേക്കുള്ള പൈസ ഗഫൂർക്കയ്ക്ക് വാങ്ങിക്കൊടുക്കാം എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടുകൂടി നിർത്തട്ടെ. നന്ദി, നമസ്കാരം, താങ്ക് യു. ഇത്ര വർഷം കമാൻഡോ ആയിരുന്നു അമ്മേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര എന്താ പറയാ, ഭയങ്കര എക്സൈറ്റഡ് ആയി പോയി സായി. Anyways, thank you so much sir for coming here. And പിന്നെ ധ്യാൻ എന്നിങ്ങനെ ഞങ്ങള് ഇതിനു മുന്നേ ഒരുമിച്ചൊരു ഇനോഗ്രേഷൻ ചെയ്തിരുന്നു. അന്ന് ധ്യാനിന്റെ അടുത്ത് പറഞ്ഞു, മെസ്സിയെ കാണാനാണോ അല്ലേ, മെസ്സിയുടെ എന്തോ ഒരു കഥ പറഞ്ഞു വന്ന്. ഞാൻ തന്നെ ഓർമ്മയുണ്ടാവില്ല ഞാൻ എന്തൊക്കെ കഥകളാണ് പറയുന്നത്. മെസ്സിയെ കാണാനുള്ള അവസരം ഉണ്ടായിട്ട് അത് വേണ്ടെന്ന് വെച്ചാൽ ഞാൻ ഇനോഗ്രേഷൻ വന്നു എന്നൊക്കെ പറഞ്ഞ്. എനിവേസ് ഓൾവേസ് ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യം, ഞാൻ ഒരുപാട് ഇങ്ങനെ ഇന്റർവ്യൂസ് ഒന്നും വാച്ച് ചെയ്യുന്ന ഒരാളല്ല. സോഷ്യൽ മീഡിയ അങ്ങനെ വലുതായിട്ട് കാണാറില്ല. ഞാനെന്നെ എന്തെങ്കിലും ഇന്റർവ്യൂ കൊടുത്താൽ അതൊന്നും സോഷ്യൽ മീഡിയയിൽ കാണാറില്ല. പക്ഷെ whenever I feel low, ലൈഫിൽ എന്തെങ്കിലും ഒരു ക്രൈസിസ് ഫീൽ ചെയ്ത് ഭയങ്കര ലോ ആയിട്ടിരുന്ന ഇമ്മീഡിയറ്റ്ലി ഞാൻ യൂട്യൂബിൽ പോയിട്ട് ടൈപ്പ് ചെയ്യും ധ്യാൻ ശ്രീനിവാസൻ ഇന്റർവ്യൂ. അല്ലെങ്കിൽ ഇതിനു മുന്നേ ഞാൻ ടൈപ്പ് ചെയ്തിരുന്നത് ശ്രീനിവാസൻസ് ഇന്റർവ്യൂ എന്നാണ്. കാരണം ശ്രീനിവാസൻ സാറിന്റെ നർമ്മം എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഇവൻ സംസാരിക്കാൻ ക്ലാരിറ്റി കുറഞ്ഞിരുന്ന സമയത്ത് പോലും അദ്ദേഹം സംസാരിക്കുന്ന കൗണ്ടേഴ്സിന്റെ അത്രയൊന്നും ചിലപ്പോ ധ്യാനിന് പറയാൻ അത്രയ്ക്കും ഇത് പറയാൻ കഴിയാറില്ല. പക്ഷെ ഞാൻ എൻ്റെ വലിയൊരു എന്താ പറയാ, എന്റെ മാത്രമല്ല ഒരുപാട് മലയാളികൾക്ക് വലിയൊരു സ്ട്രെസ് ബസ്റ്റർ ആണ് ധ്യാൻ. ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന ആരാധിക്കുന്ന ശ്രീനേട്ടൻ്റെ മക്കൾ. കാരണം ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന കാലം മുതൽ ശ്രീനേട്ടനായിട്ട് നല്ല ബന്ധത്തിലായിരുന്നു. എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ശ്രീനേട്ടൻ്റെ നർമ്മവും പ്രസൻസ് ഓഫ് മൈൻഡ്, സെൻസ് ഓഫ് ഹ്യൂമർ, ആ ഒരുപാട് കാര്യങ്ങൾ. ധ്യാനെ ഞാൻ കാണുന്നത് പുതുതലമുറയിലെ ഏറ്റവും മിടുക്കനായിട്ടുള്ള ഒരു കലാകാരൻ, എഴുത്തുകാരൻ, സംവിധായകൻ, ഇനി മുന്നിലേക്ക് നിർമ്മാതാവ്, വിതരണക്കാരൻ, അങ്ങനെ ഒരുപാട് മേഖലകളിലേക്ക് ധ്യാൻ വന്നേക്കാം. ഇന്നിവിടെ ആരെയും നോക്കാതെ, മുഖം നോക്കാതെ തന്റെ നിലപാടിൽ കുറച്ച് വളരെ സരസമായി സംസാരിക്കുന്ന ധ്യാനിന് എല്ലാവരും ആശംസകൾ നേരുന്നു. എന്നെ ഏറ്റവും കൂടുതൽ ഞാൻ എല്ലാവരോടും പറയേണ്ടത്, ഞങ്ങളുടെ ഏറ്റവും എടുക്കാനായിട്ടുള്ള ബുദ്ധിമാനായ നല്ല സരസ്വത. പിന്നെ ഞാനോട് വളരെ സൂക്ഷിച്ച് സംസാരിക്കണം. ഞാൻ ഇടയ്ക്ക് പറയാതെ നീ ഇന്നും പോയി പറയില്ല. കാരണം നമ്മൾ ഉള്ളു തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരാളാണ്. പക്ഷെ എന്ത് പറയുമ്പോഴും അതിൽ നർമ്മമുണ്ടെങ്കിൽ അത് വേറെ ആൾക്കാരെ അറിഞ്ഞിരിക്കും അല്ലേ. എന്തായാലും വലിയ സന്തോഷമുണ്ട് ഇന്ന് ഈ വേദിയിൽ നിൽക്കാൻ സാധിച്ചത്, ഈ ഫംഗ്ഷൻ പങ്കെടുക്കാൻ സാധിച്ചത്. അതുപോലെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നായികയാണ് ഉർവശി. ഞാൻ മലയാള സിനിമയിൽ അല്ലെങ്കിൽ സിനിമ ലോകത്ത് വന്നിട്ട് ആദ്യമായിട്ട് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ഇരിക്കുന്ന സമയത്ത് ആദ്യമായിട്ട് ഞാൻ ക്ലാപ്പ് അടിക്കുന്നത് ഉർവശിയുടെ ലാലേട്ടൻ്റെ മുമ്പിലാണ്. അതിനുശേഷം ഉർവശിയുടെ കൂടെ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല ഉർവശിയുടെ പേരായിട്ട് അങ്ങനെ ഒരു കഥാപാത്രമായി, മീൻസ് അങ്ങനെ സിനിമ ചെയ്യാമോ. കേശു ഈ വീടിന്റെ നാഥൻ എന്ന സിനിമയിൽ ഉർവശിയുടെ ഭർത്താവായിട്ട് അഭിനയിക്കാനൊക്കെ സാധിച്ചു. കാരണം ഞങ്ങളുടെ ഒരു വണ്ടർഫുൾ ആക്ട്രസ് എന്ന് പറയുന്നത് എടുത്തു പറയേണ്ട ഒരാൾ തന്നെയാണ് ഉർവശി. ചേച്ചി ഇവിടെ ഒന്നും വന്നിട്ടില്ല,
അതുപോലെ എനിക്ക് പ്രിയപ്പെട്ട ഒരു നായികയാണ് നവ്യ. ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. സിനിമകളെല്ലാം വലിയ വിജയങ്ങളായിട്ടുള്ള സിനിമകൾ തന്നെയാണ്. 100-150 ദിവസം കൂടിയ സിനിമകളായിരുന്നു. അപ്പൊ അവരൊക്കെ ഒരുമിക്കുന്ന ഈ സിനിമ വലിയൊരു വിജയമാവട്ടെ. ഇതിൻ്റെ നിർമ്മാതാവ് ഗഫൂർ മലയാള സിനിമയിലെ ഏറ്റവും വലിയൊരു നിർമ്മാതാവായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ ഇതിൻ്റെ സംവിധായകൻ, ഇവർ തമ്മിലുള്ള ഒരു കെമിസ്ട്രിക്ക് വേണ്ടിയിട്ടാണ് നവ്യയുടെയും ഒരു പ്രയത്നം. അതെ പടത്തിന് വേണ്ടിയിട്ട്. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള കാസ്റ്റിംഗ് എന്ന ഡയറക്ടർക്ക് ഇനി അങ്ങോട്ട് തെളിഞ്ഞോളൂ. അപ്പം ഇനി നവ്യയ്ക്ക് ഈ സിനിമ ഒരു വലിയ വിജയമായി മാറട്ടെ. ഇതിന്റെ ഹോൾ ക്ലൂവിനെല്ലാം വളരെയധികം സന്തോഷം. എന്നെ വിളിച്ചതിന് ഞാൻ ഒരിക്കൽ കൂടി ഒരു കാര്യം കൂടെ പറയുന്നു. ഞാൻ പല സിനിമകളിലും അഭിനയിക്കുന്നു, ഫ്ലോപ്പ് ആവുന്നു ഒക്കെ പറയുന്നുണ്ടെങ്കിലും ഞാൻ എന്ന് പറയുന്ന വ്യക്തി പല ബന്ധങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ നമ്മളാണെങ്കിൽ ഒരു പടത്തിന് വിളിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ ഡയറക്ടർ ഒരു കഥ പോലും ഫുൾ കേൾക്കാതെ ബന്ധങ്ങൾക്ക് വേണ്ടിയിട്ട്, ഇപ്പൊ ഞാൻ തന്നെ ആവണമെന്നില്ല, അപ്പൊ എന്റെ ഡയറക്ടറുമായിട്ടുള്ള ബന്ധമായിരിക്കും അദ്ദേഹം വരുന്നത്. അപ്പോ അത്രയും ബന്ധങ്ങൾക്ക് വില കൊടുക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് ധ്യാൻ. എനിക്കറിയാവുന്ന പല നടന്മാർ ടെക്നീഷ്യൻസിനും ധ്യാൻ അങ്ങനെയാണ് ഡേറ്റ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പല സിനിമകളും പരാജയപ്പെടുമ്പോൾ പുള്ളി അത് ഏറ്റെടുത്ത് പറയുന്നു എന്നുള്ളത് വളരെ സത്യമാണെങ്കിലും ആ ബന്ധങ്ങൾക്ക് കൂടുതൽ വില കൊടുക്കുന്നതുകൊണ്ടിട്ടാണ് ആ സിനിമകളുടെ റിസൾട്ട് വരുമ്പോൾ അതും പുള്ളി തന്നെ ഏറ്റെടുക്കുന്നത്. സോ അത്രയും നല്ല വ്യക്തിയും കൂടെയാണ്. പിന്നെ പരിചയപ്പെട്ട് കഴിയുമ്പോൾ കുറച്ച് മോശമാണെങ്കിലും വളരെ അധികം സന്തോഷം. ഈ സിനിമ ഒരു വിസിറ്ററായി വന്ന് ഒരു ലോങ് ലൈഫുള്ള സിനിമയായി മാറട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ ഒരു മനുഷ്യൻ ധ്യാൻ ശ്രീനിവാസനാണ്. അത് ഇനിയും തുടരാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ. ഈ പറഞ്ഞ എന്തുകൊണ്ട് ഇനി അമ്മ എന്ന് പറഞ്ഞ സംഘടനയുടെ വിശേഷങ്ങൾ പറഞ്ഞത് കൊണ്ട് പറയാം. എന്റെ അഭിപ്രായത്തിൽ ഈ കാരണങ്ങൾ, ധ്യാൻ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് അദ്ദേഹം അമ്മയുടെ തലപ്പുറത്ത് വന്നാൽ നന്നാവുന്ന ഞങ്ങൾക്കൊക്കെ തോന്നിയത്. വേറൊന്നും കൊണ്ടല്ല, അതിന് നടക്കുന്ന ഒക്കെ വിളിച്ചു പറയും. അപ്പൊ നിങ്ങൾക്ക് വേറെ സാധ്യതകളൊന്നും വേണ്ട അറിയാൻ. കൈതറിനൊക്കെ സന്തോഷമായിരുന്നു, ഒറ്റയടിക്ക് കിട്ടും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ യെസ്, അത് നോക്കാൻ പുള്ളിക്ക് പിന്നെ താല്പര്യമൊന്നും ഉണ്ടാവില്ല. കാര്യം അപ്പം കൃത്യമായിട്ട് ഇടവേള ബാബുചേട്ടനെയൊക്കെ നമുക്ക് ഏൽപ്പിച്ച് കാര്യങ്ങൾ നടത്തും. അപ്പം അതുകൊണ്ടും കൂടി ഞാൻ പറഞ്ഞത്. പിന്നെ നമ്മൾ ഇരുന്ന് വീട്ടിൽ നിന്ന് സംസാരിക്കുമ്പം നമ്മളാണല്ലോ എല്ലാം, അങ്ങനെ പറയുന്ന തമാശകളൊക്കെയാണ്. അപ്പം ഇനി ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഇനി തമിഴ്നാട്ടിലോട്ട് കയറാൻ പറ്റില്ല. അതുകൊണ്ട് എന്റെ CM സർ, വിജയ് സർ, കൂട്ടുകാരൻ നൻപൻ, നൻപൻ എനിക്ക് പരീക്ഷ. അതിനാൽ എനിക്ക് ഒന്നുമേ പണ്ണ മുടിയാണത്. നിങ്ങൾ മണിയും ചെയ്തില്ല. Thank you. So with that, our official function